ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പാലക്കാട് തൃശ്ശൂർ ജില്ലയിലെ ബോർഡറായിട്ടുള്ള കുതിരാൻ തുരങ്കത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ്. പാലക്കാട് തൃശ്ശൂർ എന്നല്ല, കേരളത്തിൽ തന്നെ ഏകദേശം എല്ലാ ജില്ലകളുടെയും ബ്ലോക്ക് മാറ്റിയൊരു തുരങ്കമാണ് ഈ കുതിരാൻ ടണൽ. ഇത് വന്നിട്ട് കുറച്ച് വർഷമായി. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും എനിക്കതൊരു വീഡിയോ ആയി എടുക്കാൻ തോന്നിയത് ഇപ്പോഴാണ്. അപ്പോൾ കേരളത്തിൻ്റെ ബ്ലോക്ക് മാറ്റിയ തൃശ്ശൂരുകാരുടെയും പാലക്കാടുകാരുടെയും ബ്ലോക്ക് മാറ്റിയ കുതിരാൻ തുരങ്കത്തിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കുതിരാൻ തുരങ്കം എത്താറായി. അതിന് തൊട്ട് മുമ്പുള്ള ഈ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ കാണുന്ന ബോർഡിൽ സ്ട്രെയിറ്റ് മേലോട്ട് പോകുന്ന തൃശ്ശൂരും ലെഫ്റ്റിലോട്ട് പോകുന്ന വാണിയമ്പാറ എന്നാണ്. പാലക്കാട് നിന്ന് തൃശ്ശൂരോട്ട് പോകുമ്പോഴുള്ള വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നാഷണൽ ഹൈവേ ആണ് NH 544. അപ്പോൾ രാത്രി സമയങ്ങളിൽ ലോറിക്കാർ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ യൂണിക്കോൺ ബൈക്കിലാണ് ഗൈസ് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മളപ്പോൾ ഏകദേശം കുതിരാൻ ടണലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഈ കാണുന്ന ബോർഡ് ഒരു 100 മീറ്റർ അകലെയാണ് ഞാൻ നിൽക്കുന്നത്. ഈ ബോർഡിൽ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളൂ കുതിരാൻ ടണൽ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, പക്ഷെ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മൾ കുതിരാൻ ടണലിലോട്ട് പോകാം. പിന്നെ ഈ കുതിരാൻ ടണലിലോട്ട് പോകുന്ന ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഇടതുഭാഗത്ത് ഒരു കിടിലൻ സ്പോട്ടുണ്ട് ഗൈസ്. രാത്രി ആയതുകൊണ്ട് ഞാൻ മൊബൈലിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. നമ്മുടെ പണി സിനിമയിൽ ജോജു ജോർജ് കുതിരാനിലൂടെ തിരിഞ്ഞു വരുന്നൊരു കിടിലൻ രംഗമുണ്ട് ഗൈസ്. അതിവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം കുതിരാൻ ടണലിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. 2 ടണലാണ് കുതിരാനിലുള്ളത്. ഒന്ന് അങ്ങോട്ട് പോകാനും, ഒന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകാനും, ഒന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകാനും. നമ്മുടെ കുതിരാൻ ടണലിൻ്റെ അകവും ബാക്കിയെല്ലാം ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. ഇവിടെ പലരും വാഹനങ്ങൾ നിർത്തി വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കിതൊരു സുപരിചിതമായതുകൊണ്ട് ഞങ്ങൾ ഇതിലൂടെയാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പല ജില്ലക്കാരും ഇപ്പോഴും കുതിരാൻ ടണലിലൂടെ വന്നിട്ട് പോലുമില്ല. അപ്പോൾ ഗൈസ്, കുതിരാൻ ടണൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്നതാണ് കുതിരാൻ ടണൽ. ഞാൻ എൻ്റെ വാഹനം നിർത്തി ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടതാണ് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലത് ഒറ്റയ്ക്കാണെന്ന്. പക്ഷെ അത് വലിയൊരു മണ്ടത്തരമായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ട്രാവൽ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇതൊക്കെ ഞാൻ ക്യാമറയിൽ പകർത്തണമെങ്കിൽ എനിക്ക് കൂടെ ഒരാൾ വേണം. കാരണം ഞാൻ ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ചിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയിൽ ഞാൻ ഒറ്റയ്ക്ക് പരമാവധി ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് കുതിരാൻ ടണൽ. ഇതാണ് കുതിരാൻ ടണലിൻ്റെ അകം. വളരെ മനോഹരമായി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്റർ അല്ല, ഒരു 500 മീറ്റർ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് കണക്കൊന്നും അറിയില്ല അതിൻ്റെ എത്രയാണെന്നുള്ളത്. വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ശബ്ദമാണ്, നമുക്ക് പേടിയാണ്. ഇതിനകത്ത് നിൽക്കാൻ പാടില്ല, മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല. 40 കിലോമീറ്റർ സ്പീഡിൽ ഇതിനകത്തൂടെ പോകാൻ പറ്റുള്ളൂ. അതവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു വലിയൊരു ബ്ലോക്ക് മാറ്റി ഈ കേരളത്തിൻ്റെ. നേരത്തെ എല്ലാം ഇതിലൂടെ വരുമ്പോൾ 3, 4, 5, 8 മണിക്കൂറെല്ലാം ബ്ലോക്കിൽ കിടന്നു. ഞാൻ തന്നെ ഇവിടെ ബ്ലോക്കിൽ കിടന്നിട്ടുണ്ട്. 6 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെയാണ് വീട് എത്തിയിട്ടുള്ളത്. ആ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം മാറി. ഈ കാണുന്നത് കുതിരാൻ ടണലിൻ്റെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുമ്പോഴുള്ള ഒരു ഇമേജാണ്, ഫ്രണ്ട് ഇമേജാണ്. വളരെ ഭംഗിയായിട്ടുണ്ട് ഗെയ്സ്. എനിക്കാകെ ഒരു വിഷമം, എനിക്ക് കുതിരാൻ ടണൽ മുഴുവൻ പകർത്താൻ പറ്റിയില്ല എൻ്റെ വീഡിയോയിൽ എന്നുള്ളത് മാത്രമാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, കുതിരാൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ മൊബൈലിൽ തന്നെയാണ് എൻ്റെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഇനി മുതൽ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ സഹായമാണ് എൻ്റെ ഏറ്റവും വലിയ ഊർജം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അപ്പോൾ കുതിരാനിൽ നിന്ന് ഞാൻ തൽക്കാലം പോവുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണാം. അപ്പോൾ ഇത് ഈ കാണുന്നത് കുതിരാൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഗൈസ്.